ഹേ ഗായ്സ്, ഞാൻ ഇന്നൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എനിക്ക് കുറേ എപ്പിസോഡ് കൊണ്ടുപോകണമെന്നുണ്ട്. എത്ര എപ്പിസോഡ് നമുക്ക് ചാവാണ്ട് പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഞാൻ മാക്സിമം ശ്രമിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എല്ലാ വേൾഡിലും ചെയ്യണ പോലെ മരം വെട്ടാം. നമുക്ക് ആദ്യം കുറച്ച് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അറിയാണ്ട് 2 ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തിട്ട് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പത്ത് 15 സ്റ്റോണൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കാദ്യം ടൂൾസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഒരു ഹോയ് ഇരുന്നോട്ടെ. കുറച്ച് അക്കേഷ്യയുടെ സാപ്ലിങ് ഒപ്പിക്കണം. ബിൽഡ് ചെയ്യാനൊക്കെ യൂസ് ആവും. സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേൾഡ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ട്, അത് നന്നായി. ഇനി ബെഡൊക്കെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാം. കുറച്ച് ഫുഡ് കിട്ടി. ഈ ബെഡ് കൊടുക്കാം. ഇവിടെ ഒരു ലോഡ് വില്ലേജേഴ്സ് ഉണ്ട്. ഇവിടെ കുറച്ച് ക്യാരറ്റും പൊട്ടാറ്റോ ഉണ്ട്, അതൊന്ന് പൊട്ടിച്ചെടുക്കാം. നീ തിന്നു. അയൺ കോളത്തിന് തട്ടണമെന്നുണ്ട് എനിക്ക്. കുറച്ച് അയൺ കിട്ടുമല്ലോ. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഹാർഡ് കോർ തീർക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. കോർഡിനേറ്റ്സ് എഴുതി വയ്ക്കാം. പിന്നീട് അയൺ ഫാമും ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവന്മാർ ആവശ്യമുണ്ട്. എനിക്ക് ആദ്യം നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ബേസ് സെറ്റ് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വീട് പണിയണമെന്നാണ് എൻ്റെ പ്ലാൻ. അതിനാദ്യം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റത്തെ ഡേ കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഫൈനലി നമ്മൾ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബേസ് വയ്ക്കാൻ സ്ഥലം നോക്കി പോവാം. ഇവിടെ കുറച്ച് നല്ല സ്ഥലമുണ്ട്. ഇവിടെ വില്ലേജിൻ്റെ അടുത്ത് വീട് വയ്ക്കണ്ട, കുറച്ച് മാറിയിട്ട് വീട് വയ്ക്കാം. ഇനി ബേസ് വയ്ക്കാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇത് അവിടെ ഒരു വില്ലേജ് കണ്ട്, പക്ഷെ അത് നമ്മൾ കയറിയ വില്ലേജ് ആണോ എന്നൊരു സംശയം. എന്തായാലും നോക്കിയിട്ട് വരാം. അല്ലാന്ന് തോന്നണേ. അല്ല അത് നമ്മൾ കയറിയ വില്ലേജ് അല്ല. ഇപ്പോൾ പുതിയൊരു വില്ലേജ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ 2 വില്ലേജ് അടുത്തടുത്ത്. എന്തായാലും നമുക്ക് വീട് വയ്ക്കാൻ സ്ഥലം കണ്ടുപിടിക്കാം. നമ്മൾ ഓടി ഒരു ജംഗിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ഒപ്പിക്കാം. പിന്നെ കുറച്ച് ബാമ്പു വേണം, സ്കാഫോൾഡിങ് ഉണ്ടാക്കാം. ജംഗിൾ ട്രീയുടെ സാപ്ലിങ് ഒപ്പിക്കണം. ഇപ്പം ലാവേ വീണേനെ. ഞാൻ വിചാരിച്ചത്ര വലിയ ജംഗിളല്ല. ബാമ്പു ഒന്നും കിട്ടിയില്ല. കുറച്ച് മേലെ ഉണ്ട്, അതെങ്കിലും എടുക്കാം. ഞാൻ അവിടെ വേറെ സ്ഥലം നോക്കി പോകുമ്പോഴാണ് വേറെ ജംഗിളുണ്ട്. അതെ, അവിടെ കുറച്ച് ബാമ്പു ഉണ്ട്, അത് മുറിച്ചെടുക്കാം. ഞാൻ കുറേ നേരമായി ഓടാണ്, പക്ഷേ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾ നീന്തി ഒരു ഡാർക്ക് ഓക്ക് ബയോമിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സാപ്പിളും കൂടി എടുത്തിട്ട് വീണ്ടും സ്ഥലം തപ്പി പോവാം. ഇവിടെ കുറച്ച് കോളും കുറച്ച് അയണൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് മൈൻ ചെയ്തെടുക്കാം.
ഒരയണ കിട്ടിയുള്ളൂ. അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അതെ, ഇവിടെയുണ്ട്. അവിടെയും കുറച്ച് അയണുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റും നോക്കട്ടെ. അയണൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പോവാം. ഇതേ അവിടെ കുറച്ച് അയണുണ്ട്, അതും കൂടി എടുക്കാം. അവിടെ ഒരു വില്ലേജിൻ്റെ പാത്ത്, ആ വില്ലേജ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ വലിയൊരു ലാഭമുണ്ട്. നമുക്ക് ഈ വില്ലേജിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വീട് വയ്ക്കാൻ നോക്കാം. അങ്ങനെ വില്ലേജേഴ്സിനൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. കുറച്ച് ഹേബയിൽ എടുക്കട്ടെ. നമുക്ക് ഇവിടെ ബേസ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ അപ്പുറത്തെ ഐലൻഡും കൂടി ഒന്ന് പോയി നോക്കട്ടെ. നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഈ ഹൈറ്റുള്ള സ്ഥലത്ത് വീടുണ്ടാക്കാനാണ് പ്ലാനിൻ്റെ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിവിടെ സ്ഥലമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടോന്ന്. പക്ഷേ ഇവിടെ ഈ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ട്. അതാണ് ഈ വില്ലേജ് എന്നിട്ട് ചെയ്യാമെന്നാണ് ഞാൻ. ഇപ്പം ശരി. ഇനി നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങാം. അതിന് കുറച്ച് റിസോഴ്സസ് വേണം. ആദ്യം അത് കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്തിട്ട് വരാം. നമ്മളപ്പോൾ സ്പ്രൂസ് ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ലഷ് കേവ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് മോസ് ബ്ലോക്ക് ഒപ്പിച്ചിട്ട് പോവാം. ടോർച്ചൊന്നും ഇല്ല, എന്നാലും ഇറങ്ങി നോക്കാം. എനിക്ക് കുറച്ച് മോസ് ബ്ലോക്ക് മാത്രം മതി. ഒപ്പിക്കാൻ ചുറ്റി കറങ്ങാൻ അവിടെ നിന്ന് ചാവേണ്ടി വരും. ലഷ് കേവ് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ മോബുകളുണ്ട്. എങ്ങനെ ഇറങ്ങുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടോർച്ചും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് കുറച്ച് മോസ് കിട്ടിയിട്ടുണ്ട്. ഈ കോഡും കൂടെ എടുക്കുക. ടോർച്ച് ഉണ്ടാകാൻ കുറച്ച്. ഇപ്പോൾ കുറച്ച് മോസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളതും കൊണ്ട് വീട്ടിൽ പോവാം. നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്.
നമ്മൾ സ്പ്രൂസ് കളക്ട് ചെയ്യാൻ വന്നിട്ട് സ്പ്രൂസ് അല്ലാത്തൊക്കെ കളക്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് സ്പ്രൂസും കൂടി കളക്ട് ചെയ്ത് വീട്ടിൽ പോകാം. നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സ്പ്രൂസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കി കുറച്ച് സ്റ്റോൺ കൂടി കളക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ആവശ്യത്തിന് കോബിൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡീപ്പ് സ്ലേറ്റും കുറച്ച് ടഫ് ബ്ലോക്കൊക്കെ വേണം. അതും കൂടിയൊക്കെ കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡീപ്പ് സ്ലേറ്റും ടഫ് ബ്ലോക്കും മെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ആൻഡസൈറ്റും കുറച്ച് അക്കേഷ്യ വുഡും വേണം. വലിയ വീടൊന്നും പണിയാൻ പ്ലാനില്ല. ഒരു ചെറിയ സ്റ്റാർട്ടർ ഹൗസ് പോലത്തെ വീട്, അതാണിപ്പോൾ എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ. അപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വീടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് തരാം. ഇപ്പോൾ വീട് പണിത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ടെക്സ്ചറിങ് മാത്രമേ ബാക്കിയുള്ളൂ, പിന്നെ ഇൻറ്റീരിയറും. അപ്പോൾ ടെക്സ്ചറിങ് ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നാനില്ല. ഉറങ്ങി. 1.5 ഹാർട്ട്, 1.5 1.5 ഹാർട്ട്. എനിക്ക് അടിക്ക് ഇറങ്ങാനും പേടിയുണ്ട്. നിൽക്കണം പന്നി. അവിടെ മര്യാദയ്ക്ക് ഇൻറ്റീരിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സോംബി വന്നിട്ട് അടിച്ച് 1.5 ഹാർട്ടാക്കി. പിന്നെ നോക്കുമ്പോൾ ഒരു ക്രീപ്പറും. നിൽക്കണം 2 ക്രീപ്പർ. എന്നിട്ട് ഈ സ്പോണാക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പം ചത്താ പോയി. അല്ലാ, പോയാ കുറച്ചും കൂടി ദൂരം പോയി നോക്കാം. ഡീസ്പോൺ ആവട്ടെ, ഒക്കെ പോട്ടെ. ഒരു സ്കെലട്ടൻ ഇപ്പോൾ കൊന്നേനെ ഞാൻ. ഇത് പോയത്തിന് അവൻ്റെ ഏരൊക്കെ ഉണ്ടില്ല. ഇവിടെ നിന്നൊക്കെ ചാടിയാൽ ചാവും, അതാണ്. എന്തെങ്കിലും ഫുഡ് ഉണ്ടോ നോട്ടെ. വേഗം പോട്ടെ. ഫുഡുണ്ടോ? അയ്യോ ഒരാടെന്നോ എനിക്കെന്നെ തിന്നാൻ ഫുഡില്ല അവിടെ. അപ്പോൾ ഇൻറ്റീരിയർ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം പോയി ഫുൾ അയൺ ആർമർ ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ വീടിൻ്റെ അകത്തെ പണിയും പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം.